സിനിമയിൽ മാത്രമല്ല, പൊതുവെ ആളുകൾ സംസാരിക്കുമ്പോഴും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. എല്ലാവരും അവനവൻ്റെ ശരികൾ മാത്രമേ കാണുന്നുള്ളൂ. എനിക്ക് താങ്കളെ ഉപദേശിക്കാൻ പറ്റും. എനിക്കിവിടെ ഈ എൻ്റെ കൂടെ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളെയും എൻ്റെ സഹപ്രവർത്തകരെയും മറ്റുള്ള വ്യക്തികളെല്ലാം എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിൽ നിങ്ങൾ അഭിനയിക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ നിങ്ങൾ സംസാരിക്കണം, ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് എനിക്കറിയാൻ പാടില്ലാത്തത്. ഞാൻ എന്നെ എങ്ങനെ രൂപപ്പെടുത്തണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്കെന്താ കുഴപ്പം, ഞാൻ എല്ലാ രീതിയിലും പെർഫെക്റ്റ് അല്ലേ എന്നാണ് എല്ലാവർക്കും തോന്നുന്നത്. പല സ്ത്രീകൾ ചില സ്ഥലത്ത് പറഞ്ഞ് വായിച്ചിട്ടുണ്ട്, കുടുംബം പോറ്റാൻ ഒരു നിവൃത്തിയില്ലാത്തപ്പോഴാണ് സ്വന്തം ശരീരം വിൽക്കാൻ ഇറങ്ങിയത് എന്ന് പറയും. അത് അവരുടെ ന്യായം. ഒരിക്കൽ ശ്രീ കെ എം റോയി എഴുതിയത് ഞാൻ ഒരിക്കൽ വായിച്ചു. ഇരുളും വെളിച്ചം എന്ന് പറയുന്ന മംഗളത്തിൽ വരുന്ന അദ്ദേഹം എഴുതിയത് വായിച്ചു. മീൻകൊട്ട ചുമന്നും മണ്ണ് ചുമന്നും കരിങ്കല്ല് തലയിലേറ്റിയിട്ടും കുടുംബം പുലർത്തുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. അവരുടെ ശരീരത്തിലൊന്നും അവരറിയാതെ ഒരാൾ തൊട്ടാൽ അവർ പുലിയെപ്പോലെ ചീറും. അവർക്കും വേണമെങ്കിൽ ഇതേ ജോലി ചെയ്യാം, അത് അവരുടെ ഓപ്ഷനാണ്. പക്ഷെ അതല്ല, ആത്മാഭിമാനമുണ്ട് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് അവർ മീൻകൊട്ട ചുമക്കാൻ പോവും, കല്ല് ചുമക്കാൻ പോവും, മണ്ണ് ചുമക്കാൻ പോവും. എന്നിട്ട് അവരുടെ കുടുംബം പുലർത്താൻ നോക്കും. മറ്റേതല്ല, മറ്റൊരു എളുപ്പ വഴിയാണ് ആ കാണുന്നത്. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. പക്ഷേ അതിന് അവരവരുടേതായ ന്യായം കാണും. നമുക്കതിനെ നിഷേധിക്കാൻ പറ്റില്ല. അപ്പം അത് തിരിച്ചറിയാൻ പറ്റണം. എൻ്റെ തെറ്റുകളെ തെറ്റുകളാക്കി മനസ്സിലാക്കാനുള്ള, എൻ്റെ കഴിവില്ലായ്മ ഇതെൻ്റെ കഴിവില്ലായ്മയാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. എനിക്കൊരു കഴിവുണ്ടെങ്കിൽ, എനിക്ക് അഭിനേതാവെന്ന നിലയിൽ അഭിനയിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഈ സിനിമയിലെ തിരക്കഥാകൃത്തുക്കളും സംവിധായകരും അത് തിരിച്ചറിയും. അവരെന്നെ നല്ല നല്ല കഥാപാത്രങ്ങൾ ഏൽപ്പിക്കും. ഞാൻ അത്തരം കഥാപാത്രങ്ങളായിട്ട് സ്ക്രീനിൽ വരികയും ചെയ്യും. ഞാൻ തിരിച്ചറിയേണ്ടത് എൻ്റെ കഴിവുകേടുകളാണ്. എനിക്ക് മറ്റത് പറ്റില്ല, എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല. പക്ഷേ എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല എന്നുള്ള വിവരം എനിക്കറിയില്ലെങ്കിൽ ഞാൻ കയറി ഡാൻസ് ചെയ്യും. അപ്പോൾ പ്രേക്ഷകർ മനസ്സിലാവും എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല എന്ന്. ഞാൻ എൻ്റെ ഒരു അറിവില്ലായ്മയെ തുറന്ന് കാണിക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ പരിമിതികളെക്കുറിച്ചാണ് ഞാൻ ബോധവാനാവേണ്ടത്. അത് സിനിമയിൽ മാത്രമല്ല. സിനിമയിൽ ഇപ്പോൾ ഈ സിനിമയിൽ ഓരോ കഥാപാത്രങ്ങൾക്കും അതിൻ്റേതായ ശരികളുണ്ട്, അതിൻ്റേതായ ന്യായങ്ങളുണ്ട്. അതിന് സിനിമ ന്യായീകരിക്കുന്നുണ്ട്, അതിന് സിനിമയുടേതായ രീതിയിൽ അത് പറയുന്നുണ്ട്. പക്ഷെ പൊതുവെ മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് ഈ തെറ്റ് ശരി, ഞാൻ എൻ്റെ തെറ്റെന്താണ് തിരിച്ചറിയാത്തത്. ഞാൻ മറ്റൊരാളെ ചീത്ത പറയുന്നു, അയാൾ ചീത്ത പറഞ്ഞിട്ട് അയാൾ മിണ്ടാതെ നിന്ന് കരഞ്ഞിട്ട് പോകുന്നു. അയാൾ തിരിച്ച് പോകുമ്പോഴെങ്കിലും എനിക്ക് മനസ്സിലാവണം, ഞാനങ്ങനെ പറയരുതായിരുന്നു അയാളെ, വെറുതെ അയാൾ വല്ലാതെ വിഷമിച്ചിട്ടല്ലേ പോകുന്നത്, പിന്നീടെങ്കിലും അത് തോന്നണം. അതല്ലാതെ ഒരാളെ ചീത്ത പറഞ്ഞു, അയാൾ തിരിച്ച് ചീത്ത പറയാൻ കഴിവില്ലാത്ത ഒരാളായിരിക്കും, അയാളത് കേട്ട് കരഞ്ഞു പോയി കഴിയുമ്പോൾ ഞാൻ നിന്ന് വീരവാദം മുഴക്കരുത്, ഞാൻ അവനെ വിരട്ടി റെഡിയാക്കി കളഞ്ഞു എന്ന് തോന്നരുത്. നമ്മളിലെ തെറ്റെവിടെയാണെന്നും നമ്മളുടെ വീഴ്ചകൾ എവിടെയാണെന്നും എനിക്കുള്ള കുഴപ്പം എന്താണെന്നും എന്നും മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ടാകുമ്പോഴാണ് അവർ കൂടുതൽ രൂപപ്പെടുന്നത്. അത് എപ്പോഴും പറയുമല്ലോ, എനിക്കൊന്നും അറിയില്ല എന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും വലിയ അറിവ്. ദൃശ്യം കഴിഞ്ഞിറങ്ങുന്ന ഒരു പ്രേക്ഷകൻ ദൃശ്യം കണ്ടതിന് ശേഷം എനിക്ക് ഇങ്ങനൊരു മെസ്സേജ് കിട്ടി, നാളെ ഞാൻ ഇങ്ങനെ ആവാം എന്ന് വിചാരിക്കണമെന്നില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ദൃശ്യം കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകനും ജോർജ് കുട്ടിയെ പോലൊരു കുടുംബം എനിക്ക് വേണമെന്ന് തോന്നും. എൻ്റെ കുടുംബത്തിലും ഈ സമാധാനവും ഈ സന്തോഷവും ഉണ്ടാവണം, ഞാനും ജോർജ് കുട്ടിയെ പോലൊരു കുടുംബനാഥനാവണം എന്ന് തോന്നും. ജോർജ് കുട്ടിയുടെ കുടുംബത്തിലുണ്ടായ ഒരു പ്രശ്നം ജോർജ് കുട്ടി സോൾവ് ചെയ്ത രീതി കണ്ടിട്ട്, ദൈവമേ എനിക്കും അങ്ങനെയൊക്കെ ചിന്തിക്കാനും അങ്ങനെയൊക്കെ ഒരു കുടുംബത്തിൻ്റെ സന്തോഷം നിലനിർത്താനും കഴിയണേ എന്ന് തോന്നും. ജോർജ് കുട്ടിയെ പോലെ കാര്യങ്ങൾ അത്ര മെച്യൂരിറ്റിയോടുകൂടി അത്ര ബുദ്ധിപരമായി ഒരു കാര്യങ്ങൾ സോൾവ് ചെയ്തെടുത്തതിൻ്റെ ആ ഒരു മിടുക്ക് എനിക്കും കിട്ടണേ എന്ന് തോന്നാം. ദൃശ്യം ഒരു സന്ദേശം പഠിപ്പിച്ചില്ലെങ്കിൽ പോലും, നാളെ മുതൽ ഞാൻ ഇങ്ങനെയാവണം എന്നുള്ളൊരു സന്ദേശം ദൃശ്യം കൊടുത്തില്ലെങ്കിൽ പോലും എൻ്റെ കുടുംബത്തിൽ ഇതുപോലെ സന്തോഷം ഉണ്ടാവണം. എപ്പോഴും നമ്മൾ മോഹിക്കുന്നത് അതല്ലേ. ഒരു കുടുംബത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഒരു സന്തോഷമില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ബാറിൽ പോയിരുന്ന് മദ്യപിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ബാറിൽ കൂടുതൽ സന്തോഷം കിട്ടാൻ വേണ്ടി പോകുന്നതായിരിക്കില്ല. അതിനേക്കാൾ സന്തോഷം ചിലപ്പോൾ ആ കുടുംബത്തിൽ കിട്ടിയാൽ അദ്ദേഹം ചിലപ്പോൾ ഒരുപക്ഷെ മദ്യപിക്കില്ലായിരിക്കും. എൻ്റെ ഭർത്താവ് മദ്യപാനിയാണ്, എപ്പോൾ നോക്കിയാലും വെള്ളം അടിച്ചിട്ട് കൂട്ടുകാരുടെ കൂടെ നടക്കും എന്ന് പറയുന്ന ഭാര്യ ഒരുപക്ഷെ തിരിച്ചറിയുന്നുണ്ടാവില്ല. ഞാൻ അദ്ദേഹത്തിന് സന്തോഷം കൊടുക്കാഞ്ഞിട്ടാണോ, ഈ കുടുംബത്തിൽ ഞാനൊരു നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാത്തതുകൊണ്ടാണോ എൻ്റെ ഭർത്താവ് മദ്യപിക്കുന്നത് എന്ന് ചിലപ്പോൾ ആ ഭാര്യ തിരിച്ചറിയുന്നുണ്ടാവില്ല. എപ്പോൾ വീട്ടിൽ ചെന്നാലും ഭയങ്കര പ്രശ്നമാണ്, ഭാര്യ കിടന്ന് തലയ്ക്ക് സ്വൈര്യം തരില്ല എന്ന് പറയുന്ന ഭർത്താവ് തിരിച്ചറിയുന്നുണ്ടാവില്ല. ഞാൻ ആ ഭാര്യയ്ക്ക് സന്തോഷം കൊടുക്കാത്തതുകൊണ്ടാണോ എന്ന് ചിലപ്പോൾ ആ ഭർത്താവും തിരിച്ചറിയുന്നുണ്ടാവില്ല. ദൃശ്യം കണ്ടാൽ അത്തരം ഒരു തിരിച്ചറിവുണ്ടാവും. എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്യേണ്ടത് എന്താണെന്നുള്ള ഒരു ബോധം ഒരാളിലുണ്ടാക്കും.
ദൈവം 2 ജനറായിട്ട് സൃഷ്ടിച്ചു മനുഷ്യനെ. ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചത് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. അല്ലാതെ പിന്നെ ആണിന് കുറച്ചുകൂടെ കായിക ബലം കൊടുത്തു. അതുകൊണ്ടാണ് നാഥൻ, കുടുംബനാഥൻ ആയിരിക്കണമെന്ന് പറയുന്നത്. കാരണം പല രീതിയിലും പല കാര്യങ്ങളും ഇപ്പോൾ ജോലി ചെയ്ത് കൂടുതൽ കായിക അധ്വാനം ആവശ്യമുള്ള ജോലി ചെയ്യാൻ പ്രാപ്തൻ പുരുഷനാണ്. അപ്പോൾ പുരുഷൻ ആ ജോലി ചെയ്ത് കുടുംബം സംരക്ഷിക്കണം, കുടുംബത്തെ സംരക്ഷിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഭാര്യയെ അടിച്ചമർത്തണം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അടിച്ചമർത്തപ്പെടുമ്പോഴാണല്ലോ ഞാൻ കൂടുതൽ മുകളിലായിട്ട് നിൽക്കുന്നത്. പക്ഷെ ഒരു സംരക്ഷണം കൊടുക്കാനാണ് പറഞ്ഞിട്ട്. പുരുഷന് ചെയ്യാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങൾ സ്ത്രീക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ത്രീ ചെയ്യേണ്ട കാര്യങ്ങൾ സ്ത്രീ തന്നെ ചെയ്യണം, പുരുഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ പുരുഷൻ തന്നെ ചെയ്യണം. ഈ വേർതിരിവ് ഞങ്ങൾ പെണ്ണുങ്ങൾ നിങ്ങളാണുങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങളാണുങ്ങൾ നിങ്ങൾ പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മനുഷ്യന് മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റൊരു ജീവികളും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവില്ല. എല്ലാവരും നമ്മളെന്ന് തന്നെ ചിന്തിക്കുന്നുണ്ടാവുള്ളൂ. മനുഷ്യനും അങ്ങനെ ചിന്തിക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ വീട്ടിലിരുന്നാൽ അതൊരു കുടുംബമാവില്ല. എൻ്റെ ഭാര്യ വേണം, എൻ്റെ മക്കൾ വേണം. എന്തുകൊണ്ടാണ് ആൺമക്കൾ മാത്രമുള്ള അച്ഛന്മാർ പെൺമക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത്? അപ്പോൾ പെണ്ണിന് ഇഷ്ടമുള്ളത് തന്നെയാണ്. ആൺമക്കൾ വേണമെന്ന് സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ട്, ആണിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ്, അല്ലേ? ഈ പുരുഷന്മാരെ മോശമാക്കി പറയുന്ന, അല്ലെങ്കിൽ പുരുഷന്മാരെല്ലാം അങ്ങനെയാണെന്ന് പറയുന്ന സ്ത്രീകളുടെയും അച്ഛൻ പുരുഷനാണ്. ആ അച്ഛന് ആ സ്ത്രീക്ക് ബഹുമാനം ഉണ്ടാവും, ആ അച്ഛനിലൊരു നന്മ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ജനറിനെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ അത് പുരുഷനെന്നും സ്ത്രീയെ അടക്കി ഭരിക്കേണ്ട ഒരാളാണ് എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല. അടക്കി ഭരിക്കുകയല്ല വേണ്ടത്, സംരക്ഷിക്കുകയാണ് വേണ്ടത്. അതുപോലെ ഒരു സ്ത്രീക്ക് എപ്പോഴും കിട്ടേണ്ടത് പുരുഷനോടൊപ്പം സമത്വമല്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. സമത്വമല്ല, പുരുഷൻ്റെ സംരക്ഷണമാണ് വേണ്ടത്. സംരക്ഷിക്കപ്പെടേണ്ടവളാണ് സ്ത്രീ, അല്ലാതെ പിച്ചു ചീന്തപ്പെടേണ്ടവളും വലിച്ചു കീറപ്പെടേണ്ടവളും ആക്രമിക്കപ്പെടേണ്ടവളുമല്ല. സംരക്ഷിക്കപ്പെടണം. സ്ത്രീക്ക് ഏറ്റവും വലിയ സുരക്ഷിത ബോധം തോന്നുന്നത് എപ്പോഴാണ്? ഞാനൊരു പുരുഷൻ്റെ സംരക്ഷണയിലാണെന്ന് തോന്നാം. ഞാൻ അഭിനയിക്കുന്ന സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ അഭിനയിച്ച സിനിമ എന്നല്ല പറയും, എൻ്റെ സിനിമയാണ്. ഞാൻ അതിനകത്ത് വലതുകാൽ വെച്ച് ആ സിനിമയിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ അതെൻ്റെ സിനിമയാണ്. ആ സിനിമയുടെ എല്ലാ നല്ല വശങ്ങളും എല്ലാ നന്മകളും പ്രേക്ഷകരിലേക്ക് എത്തണം. ആ സിനിമ, ഒരു സിനിമയുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നമ്മൾ മോഹിക്കുന്നൊരു കാര്യം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു നിർമ്മാതാവിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു സംവിധായകനാണെങ്കിലും 2 ഓപ്ഷൻ വെച്ച് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ സിനിമ ഒരു 100 പേര് കണ്ടാൽ മതി, ഞങ്ങൾ ഒരു ഇത്ര രൂപ അങ്ങ് തരാം. അത് വേണ്ട, നിങ്ങളുടെ സിനിമ ഒരു 50 ലക്ഷം പേര് അല്ലെങ്കിൽ 1 കോടി ജനം കാണും, പക്ഷേ നിങ്ങൾക്ക് ഇത്ര രൂപയെ തരുള്ളൂ, മറ്റേതിനേക്കാൾ കുറച്ചുകൂടെ കുറവേ തരുള്ളൂ എന്ന് പറഞ്ഞാൽ ഏതൊരു നിർമ്മാതാവും ഏതൊരു സംവിധായകനും മോഹിക്കുക അത് 1 കോടി ജനം കാണട്ടെ എന്ന് തന്നെയായിരിക്കും. അപ്പോൾ അൾട്ടിമേറ്റായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും കുറേ സമ്പത്ത് കൂടിയിട്ട് നാളെ ഇവിടെ കോടികൾ എൻ്റെ അക്കൗണ്ടിൽ കൊണ്ട് ഇടുക എന്നുള്ളതല്ല ചിന്ത. അങ്ങനെയാണെങ്കിൽ അതിന് ഇത്രയും സ്ട്രെയിൻ ഇല്ലാതെ അതിനേക്കാൾ കോടികൾ ഉണ്ടാക്കാവുന്ന മറ്റ് ബിസിനസ്സുകളുണ്ട്. ഇവിടെ ഇതൊരു കലാരൂപമാണ്. ഞങ്ങൾക്കൊരു കഥ, ഈ കഥ എനിക്ക് പ്രേക്ഷകനോട് പറയണം, ഈ കഥ എനിക്ക് ഇന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം, അത് ഇന്ന ആളുകളെ കൊണ്ട് പറയിക്കണം എന്ന് മോഹിച്ച് ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ ആ സിനിമയുടെ ഭാഗമായി വരുന്ന ഞാനും അത് മോഹിക്കുന്നുണ്ട്. ഈ സിനിമ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തണം, അത് പ്രേക്ഷകർ കണ്ണിറയെ കാണണം, കണ്ട് ആസ്വദിക്കണം. അതിന് ഒരുപക്ഷെ എൻ്റെ ഈ വാക്കുകൾ പ്രയോജനപ്പെടുമെങ്കിൽ അതായിക്കോട്ടെ ഏറ്റവും വലിയ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രമം എന്നുള്ള ഒറ്റ ചിന്ത കൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നിരുന്നത് ഈ ചിത്രത്തിന് വേണ്ടി ഇത്രയധികം